നമസ്കാരം. ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ 18 നടന്ന നെറ്റ് പരീക്ഷ റദ്ദാക്കിയ വിവരം എല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞു കാണും. നെറ്റ് പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും നടന്ന ക്രമക്കേടുകളും എല്ലാവരും മാധ്യമ വാർത്തകളിലൂടെ അറിഞ്ഞു കാണും. എന്നാൽ നീറ്റിലും നെറ്റിലും മാത്രമല്ല ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. UP പോലീസ് റിക്രൂട്ട്മെന്റ്, UPSC RO, ARO തുടങ്ങിയ ഒട്ടനവധി പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് നിരോധന നിയമം 2024 പാർലമെന്റ് പാസാക്കുന്നത്. പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് 2024 ആക്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമമാണിത്. 2024 ജൂൺ 21 വെള്ളിയാഴ്ച മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവാൻസസ് ആൻഡ് പെൻഷൻസ് ഗസറ്റഡ് നോട്ടിഫിക്കേഷനിലൂടെ അറിയിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരി 10 പാർലമെന്റിന്റെ ഇരുസഭകളും ഈ ബില്ല് അംഗീകരിക്കുന്നത്. ഫെബ്രുവരി 13 രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ബില്ലിൽ ഒപ്പുവെച്ചു. കുറഞ്ഞത് 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവും കുറഞ്ഞത് 10 ലക്ഷം വരെ ഉള്ള പിഴയുമാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായാലുള്ള ശിക്ഷ. ഇനി ആസൂത്രണം ചെയ്യുന്നവർക്കാണെങ്കിൽ കുറഞ്ഞത് 5 വർഷം മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി വരെ പിഴയുമാണ് ലഭിക്കുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രഖ്യാപിക്കുന്ന പരീക്ഷകളായിരിക്കും ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്നിവയെല്ലാമാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നതും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള അനാവശ്യ സന്ദർശനവുമെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജാമ്യമില്ലാത്തതും അതോടൊപ്പം മജിസ്ട്രേറ്റിന്റെ അനുവാദം കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതും നിർബന്ധമായും വിചാരണ നേരിടേണ്ടതുമായ കുറ്റങ്ങളായിരിക്കും ചുമത്തുന്നത്. നിർബന്ധമായും വിചാരണ നേരിടണം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള ഒരു തരത്തിലുള്ള കോംപ്രമൈസുകളും അംഗീകരിക്കുന്നതല്ല. പരാതിക്കാർ പരാതി പിൻവലിച്ചാൽ തന്നെയും നിർബന്ധമായും വിചാരണ നേരിടേണ്ടിയും വരും. നോൺ കോമ്പൗണ്ടബിൾ ആണെന്ന് അർത്ഥം. നമുക്കറിയാം, ഉദ്യോഗാർത്ഥികളിൽ പലതരത്തിലുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും ദൂരെയുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭിക്കുന്നതും അതിജീവിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ഈ അനീതി കാണിക്കുന്നത് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 16 സംസ്ഥാനങ്ങളിലായി 48 പരീക്ഷകളിലാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ചെറിയ കണക്കല്ലെന്ന് വ്യക്തമായി കാണുമല്ലോ. ഇന്ത്യയിലെ 1.5 കോടി ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. പരീക്ഷകൾ വൈകുന്നതിലേക്കും നടത്തിയ പരീക്ഷകൾ റദ്ദാക്കുന്നതിലേക്കുമൊക്കെയാണ് ഇത്തരം ക്രമക്കേടുകൾ നയിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളാണ് സർക്കാരിനെ ഇത്തരമൊരു നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലേക്ക് നയിച്ചത്. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ക്രമക്കേടുകൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെയും അധികാരികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുക്കാനുള്ള വകുപ്പുകൾ ഈ നിയമത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർത്തുന്നത്, അനധികൃതമായി ഉത്തരപേപ്പർ കൈവശം വയ്ക്കുന്നത്, മറ്റൊരാളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് എന്നിവയെല്ലാം ക്രമക്കേട് എന്ന ഈ പദത്തിനുള്ളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും സുതാര്യമായ ഒരു പരീക്ഷാ നടത്തിപ്പ് ഇനിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ് സെന്ററുകളിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് കാണിക്കാവുന്ന നീതി ഇനി അത് മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.